അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. മേയർ വി വി രാജേഷിൻ്റെ ഒരു കാലിന് ചതവ് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ കൗൺസിലർമാർക്കെതിരെയും മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും എതിരെ നടന്നിട്ടുള്ള ഈ CPMൻ്റെ ആക്രമണം കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആക്രമണത്തിലൂടെ CPM ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത മേയർ, നിങ്ങൾ തിരഞ്ഞെടുത്ത ഡെപ്യൂട്ടി മേയർ, നിങ്ങൾ തിരഞ്ഞെടുത്ത കൗൺസിലർമാർ, നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഇഷ്ടപ്പെട്ട BJPയുടെ നേതാക്കന്മാരെ ഞങ്ങൾ ആക്രമിക്കും. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർ സുഗതൻ്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് രാവിലെ CPM കൗൺസിലർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരം നടത്തിയിരുന്നു. അത് മേയറിൻ്റെ ചേംബറിൻ്റെ അടുത്ത് വരെ എത്തിയിരുന്നു. ഇതിന് പിന്നാലെ സംഘർഷം ഉടലെടുക്കുന്നു. BJP കൗൺസിലർമാരും മേയറും ഉൾപ്പെടെ ഉള്ളവർ ഈ സംഘർഷത്തിന് ഇരയാക്കപ്പെടുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ഡെപ്യൂട്ടി മേയർക്കും അതുകൂടാതെ മറ്റു കൗൺസിലർമാർക്കും CPM കൗൺസിലർമാരിൽ നിന്നും ആക്രമണം ഏൽക്കേണ്ടി വന്ന കാഴ്ചകളെല്ലാം തന്നെ, ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്ത് വന്നതാണ്. അവർ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും എല്ലാവരും തന്നെ നിലവിലിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിലാണ് ഉള്ളത്, അത്യാഹിത വിഭാഗത്തിലാണ് ഉള്ളത്. അവരിപ്പോൾ പ്രാഥമിക ചികിത്സ നേടിയിരിക്കുന്നു. നമ്മൾ ഇവരെ ഉള്ളിൽ ചെന്ന് കണ്ടിരുന്നു. മേയർ വി വി രാജേഷിൻ്റെ ഒരു കാലിന് ചതവ് സംഭവിച്ചിരിക്കുന്നു. അതുകൂടാതെ മറ്റൊരു കൗൺസിലർ ഗിരിയുടെ കാലിനും കൈക്കും സാരമായ പരിക്കേറ്റിരിക്കുന്നു. നമ്മളിതെല്ലാം തന്നെ നേരിൽ കണ്ടതാണ്. എന്തായാലും ഏറെ സംഘർഷാവസ്ഥയാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉള്ളിൽ അരങ്ങേറിയത്. CPM കൗൺസിലർമാർക്കും BJP കൗൺസിലർമാർക്കും എല്ലാവർക്കും തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഘർഷാവസ്ഥ തന്നെയായിരുന്നു. മേയർ വി വി രാജേഷിനടക്കം നിലവിൽ പരിക്കേറ്റിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു അത്യാഹിത വിഭാഗത്തിന് ഉള്ളിൽ കയറി മേയർ വി വി രാജേഷിനെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ അന്വേഷിച്ചിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഉൾപ്പെടെ നിരവധി കൗൺസിലർമാർക്കാണ് പരിക്ക് ഏറ്റിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. മേയറിൻ്റെ കാലിന് ചതവ് സംഭവിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയറെ മറ്റൊരു സ്ഥലത്തേക്ക് സ്കാനിങ്ങിനോ മറ്റോ കൊണ്ടുപോയതായിരുന്നു. നമ്മൾ കാണുവാൻ വേണ്ടി പോയപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമായിരുന്നു. എന്തായാലും ആരോഗ്യസ്ഥിതി നിലവിൽ വളരെ മോശമൊന്നുമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ. അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മേയറെ ഇത്രയധികം രീതിയിൽ കൈകാര്യം ചെയ്യാൻ ജനാധിപത്യ ധ്വംസനമെന്ന് പറയാനുള്ളൂ. CPM തകർന്നു തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത്. CPM കുത്തിയിരുന്നായിരുന്നു അവിടെ പ്രതിഷേധം നടത്തിയിരുന്നത്. അവർ പറയുന്നത് മേയറെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ്. മേയറും സംഘവും ഇടിച്ചു കയറിയതാണ് എന്നാണ് പറയുന്നത്. എല്ലാ മാധ്യമങ്ങളും കാണിച്ചതാണല്ലോ. മേയറുടെ ഓഫീസ് ഉപരോധിച്ച് മേയർ അകത്ത് കയറാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അതോടൊപ്പം തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം അനിശ്ചിതത്വത്തിലാണ്, ഒരു അരക്ഷിതാവസ്ഥയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള അക്രമ സംഭവങ്ങളുടെ തുടക്കങ്ങൾ CPM ആസൂത്രണം ചെയ്ത് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർക്ക് പരിക്കുണ്ട്. മേയറും ഡെപ്യൂട്ടി മേയറടക്കം 9 പേർക്കാണ് പരിക്കുള്ളത്. തീർച്ചയായിട്ടും BJP ജനാധിപത്യ രീതി തന്നെ ഞങ്ങളത് നേരിടും. ഞങ്ങൾ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. CPMൻ്റെ ഒരു അധംപതനത്തിൻ്റെ തുടക്കം ഞാൻ സൂചിപ്പിച്ചത് അതുതന്നെയാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു രൂപം വരാൻ പോവുകയാണ്.
അത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നാണ് തുടക്കം. കോൺഗ്രസും ഇതിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. കോൺഗ്രസും CPM-ഉം LDF-ഉം UDF-ഉം സംയുക്തമായിട്ടുള്ള ശ്രമമാണ്, ഗൂഢശ്രമമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തകർക്കുക എന്നുള്ളത്. അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായ ഞങ്ങൾ നേരിടും. എന്തായാലും സുഗതൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു CPM കൗൺസിലർമാരും CPM പ്രവർത്തകരും ഇക്കഴിഞ്ഞ ദിവസം മുതൽ നഗരസഭയ്ക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇന്ന് ആ പ്രതിഷേധം നഗരസഭയ്ക്ക് ഉള്ളിലേക്കടക്കം കടക്കുകയായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു BJP കൗൺസിലർമാരും CPM കൗൺസിലർമാരും ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിന്നത്. ഇതിനെ തുടർന്ന് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും മറ്റ് കൗൺസിലർമാർക്കും ഉൾപ്പെടെ പരിക്ക് ഏൽക്കുകയായിരുന്നു. നമ്മൾ മേയറെ ഈ മെഡിക്കൽ കോളേജിലുള്ള അത്യാഹിത വിഭാഗത്തിൽ കയറി കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത്, അതായത് ഒരു കാലിന് ചെറിയ രീതിയിൽ ചതവ് പറ്റിയിട്ടുണ്ട്. നിലവിലിപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അതുകൂടാതെ കൗൺസിലർ VV ഗിരിക്കടക്കം ചെറിയ രീതിയിലുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർക്കും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥാണ്. എന്തായാലും ഈ സംഘർഷം നടന്നപ്പോൾ പോലീസിന് ഉൾപ്പെടെ നിയന്ത്രിക്കാൻ സാധിച്ചോ എന്നുള്ളതാണ്. കാരണം ഡെപ്യൂട്ടി മേയർക്കും ഉൾപ്പെടെയാണ് നിലവിലിപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ BJP-യുടെ കൗൺസിലർമാർക്കെതിരെയും മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും എതിരെ നടന്നിട്ടുള്ള ഈ CPM-ൻ്റെ ആക്രമണം കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആസൂത്രണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതോടകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ CPM-ന് യാതൊരുവിധ അധികാര കേന്ദ്രങ്ങളും ഇല്ലാതായത് ഏകദേശം ഒരു 50 വർഷത്തിനിടയിൽ ഇപ്പോഴാണ്. CPM-ന് ഒരു മേയറില്ല, ഡെപ്യൂട്ടി മേയറില്ല, നഗരത്തിലൊരു MLA ഇല്ല, കൗൺസിലർമാർ കുറവ്. അവർക്ക് ഒരു രീതിയിലും അധികാരത്തിൻ്റെ ഒരു തരത്തിലുമുള്ള കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അവർ രുചിച്ചു കൊണ്ടിരുന്ന ഒരു രുചിയും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ അവരുടെ അധികാരത്തെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്രമണത്തിലൂടെ CPM ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത മേയർ, നിങ്ങൾ തിരഞ്ഞെടുത്ത ഡെപ്യൂട്ടി മേയർ, നിങ്ങൾ തിരഞ്ഞെടുത്ത കൗൺസിലർമാർ, നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഇഷ്ടപ്പെട്ട BJP-യുടെ നേതാക്കന്മാരെ ഞങ്ങൾ ആക്രമിക്കും. ആരെ ആക്രമിക്കുന്നത്? ജനപ്രതിനിധികളെയാണ്. ജനപ്രതിനിധികൾ ആരെ തിരഞ്ഞെടുത്തത്? ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണ് ശ്രീ VV രാജേഷിനെതിരെയും ആശാനാഥിനെതിരെയും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കെതിരെയൊക്കെ കൗൺസിലർമാർക്കെതിരെ ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് CPM-ൻ്റെ ഒരു CPM-ൻ്റെ വിഷമം അവർ ആക്രമിച്ച് ഇത്തരത്തിൽ ജനങ്ങളെ ഭയപ്പെടുത്തി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. CPM ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, BJP-യുടെ മേയർ VV രാജേഷ് ഒറ്റയ്ക്കല്ല, BJP-യുടെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഒറ്റയ്ക്കല്ല. അവർ പ്രതിദാനം ചെയ്യുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയെയാണ്. അവർ പ്രതിദാനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണെന്നുള്ള നല്ല ധാരണയും ബോധത്തോടും കൂടി മാത്രമേ ഇവർ ഈ പരിപാടിക്ക് നിൽക്കാവൂ. കാരണം അവർ ആക്രമിക്കുന്നത് നരേന്ദ്രമോദിയെയാണ്. ഇവരെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളെ ആക്രമിക്കുന്നു, നിങ്ങൾ ഈ രാജ്യത്തെ ആക്രമിക്കുന്നു, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയാണ് ആക്രമിക്കുന്നത്. ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചതാണ്. ആ തിരസ്കരണം കൂടുതലാവും. ജനങ്ങൾ കൂടുതൽ നിങ്ങളെ വെറുക്കും. ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തെ ഞങ്ങൾ നിയമപരമായി ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി നിയമപരമായി നേരിടും. കായികമായാണ് നിങ്ങൾ ആക്രമിക്കാൻ CPM ശ്രമിക്കുന്നതെങ്കിൽ ഓർത്ത് വെച്ചോളൂ, കൃത്യമായി ഞങ്ങളുടെ കായിക ശേഷിയെ തകർത്തെറിയാനോ തടഞ്ഞു വയ്ക്കാനോ ഉള്ള ഒരു ശേഷിയും കേരളത്തിലെ CPM-ന് ഇല്ല എന്ന ധാരണയിൽ വേണം ഞങ്ങൾക്കെതിരെ നിങ്ങൾ ആക്രമണം കൊണ്ടുവരാൻ. എന്തായാലും നമ്മളോടിപ്പോൾ പ്രതികരിച്ചത് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ഗോകുൽ ഗോപിനാഥാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, അതായത് CPM-ന് കോർപ്പറേഷൻ്റെ ഉൾപ്പെടെയുള്ള ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ വെപ്രാളത്തിലാണ് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ അല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇവിടെയാണ് മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയറും നിലവിലിപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് ഡിസ്ചാർജ് ആകുമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. അത് ഡോക്ടർമാരാണ് നിലവിലിപ്പോൾ പറയേണ്ടത്. എന്തായാലും ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും മറ്റ് കൗൺസിലർമാരുടെയും ആരോഗ്യസ്ഥിതിയിൽ വലിയ കുഴപ്പങ്ങൾ ഒന്നും തന്നെയില്ല. BJPയും യുവമോർച്ചയും ഉൾപ്പെടെയുള്ളവർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുവാൻ പോവുകയാണ്. കാരണം മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമാണ് ഇത്തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത്, ആക്രമണം ഏറ്റിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് BJP വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നീങ്ങാൻ പോവുകയാണ് എന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.
ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.